ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ക്ലസ്റ്റർ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു ഭാഗമാണ്. പേഴ്സണാലിറ്റികളിലൂടെ, അതായത് വ്യക്തികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ചിട്ടാണ്. നമുക്ക് PSC പരമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ PSCക്ക് വരാറുള്ളത് വ്യക്തികളെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തി തന്നെയാണ് ആരെന്ന് പറയുന്നത്, ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗാന്ധിജിയെ കുറിച്ചിട്ട്. അപ്പോൾ ഗാന്ധിജി ജനിച്ച വർഷം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1869 ഒക്ടോബർ 2 ഓക്കെ, 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. അത് നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫൈല് പറയുന്നു. പിന്നെ ഗാന്ധിജിയുടെ വർഷങ്ങളിലൂടെ, ടൈം ലൈനിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. വർഷം 1869 ഒക്ടോബർ 2 നമുക്കറിയാം ഒക്ടോബർ 2 എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഗാന്ധി ജയന്തി ആയിട്ടാണ് ആചരിക്കുന്നത്. ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 UN ആചരിക്കുന്നത് വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ടാണ്. ഓക്കെ, ലോക അഹിംസാ ദിനമായിട്ടാണ് ഒക്ടോബർ 2 ആചരിക്കുന്നത്. ലോക അഹിംസാ ദിനം ഏത് വർഷം മുതലാണ് UN ഒക്ടോബർ 2 ലോക അഹിംസാ ദിനം മുതലായിട്ട് ആചരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2007 മുതലാണ്. ഇതും ബേസ് ചോദിച്ചിട്ടുണ്ട്. 2007 മുതലാണ് ഒക്ടോബർ 2 വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് UN ആചരിക്കാൻ തുടങ്ങിയത്. നമ്മളിവിടെ 1869 പറഞ്ഞല്ലേ. അപ്പോൾ അതേ വർഷം തന്നെ വേറൊരാളും കൂടി ജനിച്ചിട്ടുണ്ട്, 1869. പക്ഷെ ഏപ്രിൽ 11 ജനിച്ചത്. അതാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കസ്തൂർബ ഗാന്ധിയാണ്. ആരാണ് കസ്തൂർബ ഗാന്ധി? ഗാന്ധിയുടെ ഭാര്യയാണ്. ഓക്കെ, കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധിയാണ് 1869 ഏപ്രിൽ 11 ജനിച്ചത്. ഈ ഏപ്രിൽ 11 പ്രത്യേകത എന്താ? അന്നാണ് ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 11. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. 1869 ഏപ്രിൽ 11. ഗാന്ധിജി ജനിച്ച വർഷത്തിനോട് 10 വർഷം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരാളും കൂടി ജനിക്കുന്നുണ്ട്. 1879 ഫെബ്രുവരി 13. അതാരാണ്? സരോജിനി നായിഡു ആണ് ജനിക്കുന്നത്. ഓക്കെ, സരോജിനി നായിഡു ആണ് ജനിക്കുന്നത്. സരോജിനി നായിഡു ആണ്. ഗാന്ധിജി ജനിച്ച വർഷത്തിനോട് 10 വർഷം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1879 അത് ഫെബ്രുവരി 13 സരോജിനി നായിഡു. ഇവിടെ ഈ ഫെബ്രുവരി 13 എന്തെന്ന് പറയുന്നത്? നാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ സ്ത്രീജന ദിനം. ഓക്കെ, നാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത്, നാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത് സരോജിനി നായിഡു ജന്മദിനമാണ്. വേൾഡ് വുമൻസ് ഡേ എന്താണ്? അത് മാർച്ച് 8. വേൾഡ് വുമൻസ് ഡേ മാർച്ച് 8. നാഷണൽ വുമൻസ് ഡേ ആണ് ഫെബ്രുവരി 13 എന്ന് പറയുന്നത്. നമ്മൾ ഗാന്ധി ജനിച്ച വർഷത്തിനോട് ഒരു 20 വർഷം കൂടെ കൂട്ടുകയാണെങ്കിൽ 1889 അന്നാണ് ആര് ജനിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത് അന്നാണ്. നവംബർ 14 ജനിക്കുന്നത്. ഈ നവംബർ 14 എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഗാന്ധി ജനിച്ച വർഷമാണ് 1869 ഒക്ടോബർ 2. PSC LGS എക്സാം ചോദിക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒക്ടോബർ 2 വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. UN ആണ് ആചരിക്കാൻ തുടങ്ങിയത്. 2007 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ 3 വ്യക്തികളിലൂടെ കൂടി കടന്നുപോയി. 1869 ഏപ്രിൽ 11 ജനിച്ച വ്യക്തിയാണ് കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ വൈഫാണ്. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്, ദേശീയ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞിട്ട് 1879 ഫെബ്രുവരി 13 ആര് ജനിക്കുന്നു? സരോജിനി നായിഡു ജനിക്കുന്നു. ഈ ഫെബ്രുവരി 13 എന്ത്? നാഷണൽ വുമൻസ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഓക്കെ, ദേശീയ വുമൻസ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് ഈ ഫെബ്രുവരി 13 സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ്. അടുത്തത് 20 വർഷം കൂടി കഴിഞ്ഞിട്ട് 1889 ആര് ജനിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. നവംബർ 14 എന്താണ് നമ്മൾ ആചരിക്കുന്നത്? ശിശുദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നു ഗാന്ധി ജനിച്ച സ്ഥലം ഗുജറാത്തിലാണ്. നമുക്കറിയാം ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഗുജറാത്തിലെ പോർബന്തറിലാണ് ആര് ജനിക്കുന്നത്?
ഗാന്ധിജി ജനിക്കുന്നത്? ഈ പോർബന്തറിന്റെ പഴയ പേര് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പോർബന്തറിന്റെ പഴയ പേരാണ് സുദാമപുരി എന്നറിയപ്പെടുന്നത്. ഓക്കെ, സുദാമപുരി എന്നറിയപ്പെടുന്നത് പോർബന്തറിന്റെ പഴയ പേരാണ്. ഗാന്ധി ജനിച്ച സ്ഥലമാണ് പോർബന്തർ എന്ന് പറയുന്നത്. അടുത്തത്, ഗാന്ധിജി ഏത് സമുദായക്കാരനായിരുന്നു? PSC ചിലപ്പം ചോദിക്കാം. ഗാന്ധിജിയുടെ സമുദായം ഏതായിരുന്നു എന്നുള്ളത് ബനിയയാണ്. ഓക്കെ, ബനിയ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഗാന്ധിജി എന്ന് പറയുന്നത്. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് കീർത്തി മന്ദിർ എന്നറിയപ്പെടുന്നത്. കീർത്തി മന്ദിർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജി ജനിച്ച വീടിന്റെ ഇപ്പോഴത്തെ പേരാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് പോയിന്റുകളാണ്. ഗാന്ധിജിയുടെ പിതാവിന്റെ പേരാണ് കരംചന്ദ് ഗാന്ധി. മാതാവിന്റെ പേരാണ് പുത്ലിബായി. ഭാര്യയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി. മക്കളാണ് ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായി, ഭാര്യ കസ്തൂർബ ഗാന്ധി, മക്കൾ ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജസ്റ്റ് പ്രൊഫൈലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഗാന്ധിജിയുടെ വർഷങ്ങളിലൂടെ കടന്നു പോകാം. 1883 എന്താണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത? ഈ വർഷത്തിലാണ് ഗാന്ധിജി വിവാഹം കഴിച്ചത്. ഓക്കെ, ഗാന്ധിജി വിവാഹിതനായത് 1883 14ാമത്തെ വയസ്സിലാണ്. ഓക്കെ, 14ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹം കഴിച്ചത്. 1883 ആരാണ് വിവാഹം കഴിച്ചത്? കസ്തൂർബ ഗാന്ധിയാണ്. അത് നമ്മൾ പറഞ്ഞു. ഇനി 1888 ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷമാണ് 1888 എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഗാന്ധിജി നേടിയെടുത്ത ഡിഗ്രിയാണ്. ഓക്കെ, അവിടെ നിന്ന് ഗാന്ധിജി നേടിയെടുത്ത പട്ടമാണ് എന്തെന്ന് പറയുന്നത്? ബാരിസ്റ്റർ എന്ന് പറയുന്നത്. PSCക്ക് ചോദിക്കാം, ഇംഗ്ലണ്ട് പഠനത്തിലൂടെ ഗാന്ധിജി കൈവരിച്ച പട്ടം ഏത്, അല്ലെങ്കിൽ ഡിഗ്രി ഏത്, ക്വാളിഫിക്കേഷൻ ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണ് ബാരിസ്റ്റർ. ബാരിസ്റ്റർ എന്ന് പറഞ്ഞ ഡിഗ്രി ഇംഗ്ലണ്ടിൽ നിന്നാണ് ഗാന്ധിജി മേടിച്ചെടുത്തത്. 1888 ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. 1893 അങ്ങനെ ഗാന്ധിജി ഇംഗ്ലണ്ടിലെ പഠനമൊക്കെ കഴിഞ്ഞു, ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ചെറിയ ചെറിയ കേസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഗുജറാത്തി വ്യവസായിയെ ഗാന്ധിജി കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൻ്റെ കേസുമായി വാദിക്കാൻ വേണ്ടി അദ്ദേഹം ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോകുന്നതും 1893. അപ്പോൾ എന്താണ് 1893 വർഷത്തിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെട്ട ഡേറ്റാണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷമാണ് എന്തെന്ന് പറയുന്നത്? 1893 എന്ന് പറയുന്നത്. എന്തുമായിട്ടാണ് പോയത്? ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന വ്യവസായിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പോയത്. ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ദാദാ അബ്ദുള്ള. ദാദാ അബ്ദുള്ളയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. ഈ 1893 വേറെ പ്രത്യേകത കൂടെയുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാന്നുള്ളൂ. ആനി ബെസന്റ് ഇന്ത്യയിലേക്ക് വന്നത് ഈ വർഷമാണ്, 1893. അതായത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറുമ്പോൾ അവിടുന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നല്ല, അയർലൻഡിൽ നിന്നാണ് ആര് വന്നത്? ആനി ബെസന്റ് ഇന്ത്യയിലേക്ക് വന്നത്. ഗാന്ധിജി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വർഷമാണ് ആനി ബെസന്റ് ഇന്ത്യയിലേക്ക് വന്നത്. ബേസിൽ ചോദിച്ച വർഷമാണ് 1893. ഈ വർഷത്തിലാണ് ചിക്കാഗോ പ്രസംഗം നടന്നത്. ഓക്കെ, എന്താണ് ചിക്കാഗോ പ്രസംഗം? സ്വാമി വിവേകാനന്ദൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ് അമേരിക്കയിൽ ചിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചിക്കാഗോ പ്രസംഗം നടന്നതും 1893. അപ്പോൾ ജസ്റ്റ് ആ വർഷം പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ, കണക്ട് ചെയ്ത് ഓർത്ത് വെച്ച് വെക്കാം. അടുത്ത് 1894 ഈ വർഷത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ടൊരു സംഘടന തുടങ്ങിയത്. നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ പേര്. നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിലാണ് തുടങ്ങിയത്. ഗാന്ധിജി ആദ്യമായിട്ട് തുടങ്ങിയ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി ഇവിടെയുള്ള
ഇന്ത്യക്കാർ ഒരുപാട് വർണ്ണ വിവേചനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. ആരുടെ കയ്യിൽ നിന്ന്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ കയ്യിൽ നിന്ന്. കാരണം അന്ന് ദക്ഷിണാഫ്രിക്ക ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വർണ്ണ വിവേചനങ്ങൾ ആര് നേടുന്നുണ്ട്? ഇന്ത്യക്കാർ നേടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി എന്ത് സ്ഥാപിക്കുന്നത്? നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. ബേസിക് ചോദിക്കാം, ഗാന്ധിജി സ്ഥാപിച്ച ആദ്യത്തെ സംഘടനയുടെ പേരെന്ത്? അപ്പോൾ അവിടെ ഹരിജൻ മൂവ്മെന്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഉത്തരവാണ് നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. എന്തിനെതിരെയാണ്? വർണ്ണ വിവേചനത്തിനെതിരെയാണ്. അടുത്ത വർഷമാണ് 1901. എന്താണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത? 1901 ഗാന്ധിജി ആദ്യമായിട്ട് ഒരു INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഇതുവരെ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു, അവിടുന്ന് വരും പോവുക ചെയ്യുന്നുണ്ട്. പക്ഷെ INC എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ആദ്യമായിട്ട് ആ INCയുടെ ഒരു ഇതിൽ വെച്ചിട്ട്, അസംബ്ലിയിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, ഗാന്ധിജി പങ്കെടുക്കുന്നത് 1901 എന്ന് പറഞ്ഞ വർഷത്തിലാണ്. അപ്പോൾ ഗാന്ധിജി INC സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓക്കെ, അന്ന് ആരാണ് പ്രസിഡന്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DE വാച്ച. ആരാണ് പ്രസിഡന്റ്? DE വാച്ച. ദിൻഷ-ഇ വാച്ച എന്നാണ് ഫുൾ നെയിം. ദിൻഷ-ഇ വാച്ച. ഫുൾ നെയിം വേണ്ട, DE വാച്ച എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. 1901 ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനമാണ്. എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൻ്റെ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? DE വാച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു 3 INC സമ്മേളനം കൂടെ ഒപ്പം പഠിക്കാം. 1916 ലക്നൗവിൽ ഒരു INC സമ്മേളനം നടന്നു. എവിടെ നടന്നത്? ലക്നൗവിൽ വെച്ചിട്ട്. അതിൻ്റെ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? AC മജുംദാർ എന്ന് പറയുന്നത്. AC മജുംദാർ. ഓക്കെ, RC മജുംദാർ ഉണ്ട്, നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ഒരു പേരാണ്. അതല്ല, AC മജുംദാർ. ഓക്കെ, അപ്പോൾ 1916 ലക്നൗവിലൊരു INC സമ്മേളനം നടന്നു. അതിൻ്റെ പ്രസിഡന്റാണ് AC മജുംദാർ. ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെയാണ് ഗാന്ധിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഓക്കെ, ഗാന്ധിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത്? 1916 ലക്നൗ സമ്മേളനം എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്റർനാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് ചേർന്നത്, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച്, അതൊക്കെ നമ്മൾ INC എടുക്കുമ്പോൾ പറയും. ഇവിടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജി നെഹ്റുവും കണ്ടുപിടിയ സമ്മേളനമാണ് 1916 INC ലക്നൗ സമ്മേളനം. അതിൻ്റെ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? AC മജുംദാർ എന്ന് പറയുന്നത്. അടുത്ത സമ്മേളനം എന്ന് പറയുന്നത് 1924 സമ്മേളനമാണ്. ബൽഗാമിലാണ് നടന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ഗാന്ധിജിയാണ്. ഓക്കെ, ഈ സമ്മേളനത്തിൽ ഗാന്ധിജി ഒരേ ഒരു തവണ INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് 1924 ബൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. ഈ ബൽഗാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബേസിക് അങ്ങനെയും ചോദിക്കാം. ബൽഗാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അടുത്ത ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു INC സമ്മേളനമാണ് 1934 ബോംബെ സമ്മേളനം. ഇതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? അതിൻ്റെ പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മൾ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദാണ് 1934 ബോംബെ സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത? ഗാന്ധിജി ആദ്യമായിട്ട് INC റിസൈൻ ചെയ്ത സമ്മേളനമാണ് ഈ 1934 ബോംബെ സമ്മേളനം. അതായത് ഗാന്ധിജി രാജിവെച്ച സമ്മേളനമാണ് INC. രാജിവെച്ചപ്പോൾ ആരായിരുന്നു പ്രസിഡന്റ്? രാജേന്ദ്ര പ്രസാദ്. രാജിവെച്ചപ്പോൾ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. ഗാന്ധിജി റിസൈൻ ചെയ്ത സമ്മേളനമാണ് INC. പിന്നീട് INCക്ക് 2 വർഷം കഴിഞ്ഞാൽ INCക്ക് തിരിച്ചു വരുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് INC സമ്മേളനങ്ങളാണ് പറഞ്ഞത്. 1901 ആദ്യമായിട്ട് ഒരു INC സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത്. പിന്നെ ഒരു 3 സമ്മേളനം കൂടെ പറഞ്ഞു. ഓക്കെ, അടുത്ത വർഷം 1903. 1903 ഗാന്ധിജി ആദ്യമായിട്ടൊരു വീക്ക്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വീക്ക്ലിയാണ് ഫസ്റ്റ് വീക്ക്ലി. അതിൻ്റെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ വീക്കിലി ഏതാണെന്ന് പേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ആദ്യത്തെ മാഗസീൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്. അതായത് ഗാന്ധിജി അവിടെ
എന്ത് തുടങ്ങി, നാട്ടിൽ ഇന്ത്യൻ കോൺഗ്രസ് തുടങ്ങി 1894 നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി തുടങ്ങിയ വീക്കിലാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അതിൽ പറയുകയാണ് ഗാന്ധിജി ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊരു വീക്കിൽ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പത്രം, ഓക്കെ, കുറച്ച് പത്രങ്ങളും കൂടെ ഒപ്പം നമ്മൾ പറയുകയാണ്. നമ്മൾ പഠിക്കേണ്ട പത്രം തന്നെയാണ്. 1918 ഗാന്ധിജിക്ക് മാത്രമേ ഒരു പ്രത്യേകതയുള്ളൂ. ഗാന്ധിജിനെ കുറിച്ച് PSC എന്ത് ചോദിക്കുമ്പോഴും അതിൻ്റെ കൂടെ വർഷങ്ങൾ ചോദിക്കും. ബാക്കിയുള്ള പത്രങ്ങളൊന്നും പഠിക്കുമ്പോൾ വർഷങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പത്രത്തിൻ്റെ പേരും ഏത് ഭാഷയിലാണെന്നുള്ളതും പഠിച്ചാൽ മതി. പക്ഷെ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSCക്ക്. ഓക്കെ, അപ്പോൾ 1918 ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിലൊരു പത്രം തുടങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന പത്രമാണ് എന്തെന്ന് പറയുന്നത്, യങ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, യങ് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് തുടങ്ങിയത്, യങ് ഇന്ത്യ. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയ പത്രമാണ് യങ് ഇന്ത്യ, ഇംഗ്ലീഷിലാണ് തുടങ്ങിയത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1918. ഈ 1918 തന്നെയാണ് ഗാന്ധിജി, ഇതേ വർഷം തന്നെയാണ് ഗാന്ധിജി വേറൊരു പത്രം കൂടെ തുടങ്ങുന്നത്. ഓക്കെ, നവജീവൻ എന്ന് പറയുന്ന ഒരു പത്രം ഗുജറാത്തി ഭാഷയിലാണ് ആര് തുടങ്ങുന്നത്, ഗാന്ധിജി തുടങ്ങുന്നത്. ഓക്കെ, 1918 തന്നെയാണ്, അതേ വർഷത്തിൽ തന്നെയാണ് നവജീവൻ ഗുജറാത്തി ഭാഷയിലാണ് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് പറയാനുള്ള 1-2 പോയിന്റുകളൂടെ ഉണ്ട്. ഈ പത്രത്തിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ. എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്. ഇത് ആദ്യമായിട്ട് അച്ചടിച്ചത്, അതായത് ഗുജറാത്തി ഭാഷയിൽ ആദ്യമായിട്ട് അച്ചടിച്ചത് നവജീവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെയാണ്. അദ്ദേഹം എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്, പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഗുജറാത്തിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കൊടുത്ത പേരാണ് സത്യാന പ്രയാഗ്. ഓക്കെ, ഗുജറാത്തിൽ സത്യാന പ്രയാഗ് എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥ അറിയപ്പെട്ടത്. ഈ സത്യാന പ്രയാഗിൻ്റെ അർത്ഥം എന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്, ഗുജറാത്തിലെ ഒരു വേർഡാണ്. സത്യാന പ്രയാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മകഥ എന്ന് തന്നെയാണ് അർത്ഥം. ഈ സത്യാന പ്രയാഗ് ആയിട്ടാണ് ആദ്യം നവജീവനിലാണ് അച്ചടിക്കപ്പെട്ടത്, പിന്നീടാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഓക്കെ, ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മഹാദേവ് ദേശായി എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ പറഞ്ഞത് സത്യാന പ്രയാഗ്, അതായത് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ. ഗുജറാത്തിലുള്ള പേരാണ് സത്യാന പ്രയാഗ്. അത് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടത് നവജീവനിലാണ്. ഓക്കെ, ഗുജറാത്തിയിലാണ് ആദ്യമായിട്ട് എഴുതിയത്. ഈ സത്യാന പ്രയാഗ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്തെന്ന് പറയുന്നത്, ആത്മകഥ എന്ന് പറയുന്നത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര്. മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്നാണ് ഇംഗ്ലീഷിലെ പേര്. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മഹാദേവ് ദേശായിയാണ്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. ഇനി 1933 ഗാന്ധിജി ഒരു പത്രം കൂടെ ആരംഭിക്കുന്നുണ്ട്. ആ പത്രമാണ് ഹരിജൻ എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയത് ഇംഗ്ലീഷിലാണ്. ഓക്കെ, ഈ പത്രങ്ങളുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ ആയതുകൊണ്ട് വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 1933 ഹരിജൻ തുടങ്ങിയത് ഇംഗ്ലീഷിലാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1904 ഈ വർഷത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഒരു ആശ്രമം തുടങ്ങുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായിട്ടൊരു ആശ്രമം തുടങ്ങുന്നത് 1904 എന്താണ് ആശ്രമത്തിൻ്റെ പേര്? ഫിനിക്സ് സെറ്റിൽമെൻറ്റ് എന്നാണ്. PHONIX, ഫിനിക്സ് സെറ്റിൽമെൻറ്റ് എന്നാണ്. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ടൊരു ആശ്രമം തുടങ്ങുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ആശ്രമങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, സബർമതി ആശ്രമമൊക്കെ ഗാന്ധിജിയുടെ തന്നെ. ഇപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ടൊരു ആശ്രമം തുടങ്ങിയത് ദക്ഷിണാഫ്രിക്കയിലാണ്. അതിൻ്റെ പേര് ഫിനിക്സ് സെറ്റിൽമെൻറ്റ് എന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെൻറ്റ് തുടങ്ങിയത്. ഇത് തുടങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺ റസ്കിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഒരു ബുക്ക് അൺഡു ദി ലാസ്റ്റ് എന്ന് പറയുന്നൊരു ബുക്ക് വായിച്ചപ്പോഴാണ് ഗാന്ധിജിക്ക് ഒരു സെറ്റിൽമെൻറ്റ്, ഒരു ആശ്രമം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പോൾ ഗാന്ധിജി ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്, ഫിനിക്സ് സെറ്റിൽമെൻറ്റ് തുടങ്ങാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് ഏതാണെന്ന് പേശി ചോദിച്ചിട്ടുണ്ട്. ആ ബുക്കാണ് അൺഡു ദി ലാസ്റ്റ് എന്ന് പറയുന്നത്, റസ്കിൻ ബോണ്ട്. ഓക്കെ, ആ എഴുത്തുകാരൻ്റെ പേരാണ് റസ്കിൻ ബോണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് അൺഡു ദി ലാസ്റ്റ്.
അൺഡു ദിസ് ലാസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബുക്കാണ്. PSC 1-2 തവണ ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ചോദിച്ചൊരു ബുക്കാണ് അൺഡു ദി ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദർബനിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫിനിക്സ് സെറ്റിൽമെൻറ്റ് പറഞ്ഞല്ലേ. ഇനി നമുക്ക് വേറെ സെറ്റിൽമെൻറ്റും കൂടെ ദക്ഷിണാഫ്രിക്കയിൽ തുടങ്ങിയിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അത് 1910 തുടങ്ങിയത്. വേറെ ആശ്രമമാണ് തുടങ്ങിയത്. ആ ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത്. ടോൾസ്റ്റോയ് ഫാം. ഓക്കെ, 1910 ടോൾസ്റ്റോയ് ഫാം തുടങ്ങുന്നത്. അതും ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോഹന്നാസ്ബർഗിലാണ് എന്ത് തുടങ്ങുന്നത്, ഈ ടോൾസ്റ്റോയ് ഫാം തുടങ്ങുന്നത്. അപ്പോൾ ദർബനിലാണ് എന്ത് തുടങ്ങിയിട്ടുള്ളത്, ഫിനിക്സ് സെറ്റിൽമെൻറ്റ് തുടങ്ങിയിട്ടുള്ളത്. ടോൾസ്റ്റോയ് ഫാം തുടങ്ങുന്നത് ജോഹന്നാസ്ബർഗിലാണ് 1910. ഓക്കെ, ഇത് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി സ്ഥലം കൊടുത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഈ ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഗാന്ധിജിക്ക് സ്ഥലം കൊടുത്ത വ്യക്തിയാണ് ഹെർമൻ കല്ലൻബാക്ക് എന്ന് പറയുന്നത്. ഹെർമൻ കല്ലൻബാക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനു വേണ്ടി സ്ഥലം കൊടുത്തത്. അപ്പോൾ ലിയോ ടോൾസ്റ്റോയുടെ പേരിലാണ് ഈ ഫാം തുടങ്ങിയിട്ടുള്ളത്, ഈ ഒരു ആശ്രമം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന് 1-2 ബുക്കാണ്. അന്ന കരാനിയിലെ വാർ ആൻഡ് പീസ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. The kingdom of God is within you. അതായത് ദൈവരാജ്യം നിന്നിലാണ് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. ദൈവരാജ്യം നിന്നിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അന്ന കരാനിയിലെ വാർ ആൻഡ് പീസ്. ഈ ബുക്കുകൾ നമ്മൾ കേട്ട ബുക്കാണ്, ടോൾസ്റ്റോയുടെ ബുക്കാണ്. അപ്പോൾ 1910 ടോൾസ്റ്റോയ് ഫാം തുടങ്ങുന്നതെന്ന് പറയുന്നത്. 1904 വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.